ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പിയുടെ 56 ചടങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെതായിട്ടുള്ള ജോലിയായിട്ട് വീട് അടിച്ച് വാരി തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അമ്മ കാപ്പിയൊക്കെ ഇട്ടത് കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ നല്ല വേവായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒക്കെ ദേഹമൊക്കെ വിയർത്തൊഴിച്ചാണ് എഴുന്നേറ്റത്. പിന്നെ ആണെങ്കിൽ കൈയോടെ കുളിച്ചിട്ടുണ്ട്. കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞാപ്പിയാണ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലത്തെ കളിയും കഴിഞ്ഞ് അടുത്ത ഉറക്കത്തിനായിട്ട് തൊട്ടിയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്നേരം പന്തലിൻ്റെ വർക്കൊന്നും ഇന്നലെ രാത്രി വലുതായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നേരത്തെ കയറി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തോ ആയി വർക്ക് എന്നൊക്കെ നോക്കാം. ഇപ്പോൾ കുറേ ബലൂണുകളൊക്കെ അഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ പിന്നെ കുറേ ബലൂണുകളൊക്കെ വീർപ്പിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും ചേട്ടനും എല്ലാവരുമാണ് ബാക്കി ബലൂണുകളൊക്കെ വീർപ്പിച്ച് രാവിലെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ നെയിം റിവീലിംഗ് ബോർഡിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം ചെയ്തത് നമുക്ക് ഒരാഴ്ച കൊണ്ടൊന്നും ഡെലിവറി ചെയ്ത് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആണെങ്കിൽ പിന്നെ നമ്മളൊരു ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ട് അത് റോൾ ചെയ്തിട്ട് അത് അഴിച്ച് റിവീൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കിന് ഞങ്ങൾ അതെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിന് അമ്മ കുഞ്ഞാവെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളെ ഞാൻ എടുത്ത് വെച്ച് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നാന്നേ വലുതായിട്ട് കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അയാൾക്ക് പിരിവൊക്കെ ഇട്ട് അയാളെ മുടിയാക്കി അയാളെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിന് അമ്മയെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയെ അയാളെ ഏൽപ്പിച്ചിട്ട് ചേച്ചി ഞാനൊക്കെ റെഡിയാകാനായിട്ട് പോയി. ഞാനാണ് ചേച്ചി അപ്പോൾ റെഡിയാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇച്ചിരി സമയം കിട്ടുള്ളായിരുന്നു. ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും ഞാനും പെട്ടെന്ന് സാരി കൊടുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് പന്തലിലോട്ട് നോക്കിയപ്പോഴത്തേക്കും അതിന് വേണ്ടുന്ന ഗണപതിക്കും കാര്യങ്ങളും എല്ലാ അച്ഛനും എല്ലാവരുമായിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഇരിക്കാനുള്ളതൊക്കെ റെഡിയാക്കി അമ്മ കുഞ്ഞിനെ അവരുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നേ നമ്മുടെ അമ്പാടിക്കാരന് സൈത്രേച്ചി മണിയമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് അവർ പേരൊക്കെ ഇട്ടു. നമ്മുടെ കുഞ്ഞാപ്പിക്കിട്ട പേര് അദ്വിക് ദേവ് എന്നാണ് അയാളുടെ ഒഫീഷ്യൽ നെയിമായിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയച്ഛനൊക്കെ വിളിക്കുന്ന കുഞ്ഞൂട്ടാന്നും ബാക്കിയുള്ളവരൊക്കെ ശിവ എന്നാണ് വിളിക്കുന്നത്. ശിവ എന്നാണ് പേരെങ്കിൽ ഇപ്പോൾ അയ്യപ്പ അയാളെ വിളിക്കുന്നത് ഷിലു എന്നായതുകൊണ്ട് എല്ലാവരും അയാളെ ഷിലു എന്നാണ് ഇപ്പോൾ ഇവിടെ വിളിക്കുന്നത്. പിന്നെ അയാൾക്ക് പേരൊക്കെ ഇട്ട് നമ്മൾ സദ്യ വെളിയിൽ കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന കാറ്ററിങ്ങിന്. അപ്പോൾ ആ സമയം തന്നെ അതും വന്നിട്ട് ഞാനും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 28 കെട്ടി പിന്നെ അന്നേൽ അവർ കുഞ്ഞിന് കാട്ടള അരിഞ്ഞാണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേ നമ്മളന്നേൽ മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച മാലയൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ അയാൾക്ക് ഒത്തിരി ഉടുപ്പുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് 28 വെറുതെ ഒരു ചടങ്ങായിട്ട് മാത്രമാണ് നടത്താൻ പറ്റിയത്. പിന്നെ അപ്പോഴേ ഉണ്ടായിരുന്ന ഫംഗ്ഷൻ നമുക്ക് വലിയ രീതിയിൽ നടത്തണമെന്ന്. സത്യത്തിൽ ഇത് അവൻ്റെ 56ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർമലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെന്ന ആളെയൊക്കെ കൂട്ടി നല്ല രീതിയിൽ തന്നെ ആ ചടങ്ങ് ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഡ്രസ്സ് മാറി. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പിന്നെ ഈ ചൂട് കൊണ്ടുമൊക്കെ എനിക്ക് ആ സാരി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ആ സമയം കൊണ്ടൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നവരെല്ലാം നിർത്തി ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ പിള്ളേർ രണ്ടെണ്ണം ഓട്ടം തന്നെയായിരുന്നു. അവനാണെങ്കിൽ മാമനെ കണ്ടതിൻ്റെ ഓട്ടത്തിലാണ്. നമ്മുടെ സൈത്രേച്ചിയൊക്കെ വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്പാടിക്കണ്ണൻ കഴിച്ചതിൻ്റെ ബാക്കി ഞാനും കയറി കഴിച്ച്. ഞാൻ കഴിച്ചിട്ടൊക്കെ തിരിച്ച് റൂമിലേക്ക് വന്നപ്പോഴത്തേക്കിനും അമ്മ കുഞ്ഞിനെ തുടച്ച് ആരതി കുഞ്ഞമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ വെളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആരതി കുഞ്ഞമ്മ എന്ന അയാളെ കളിപ്പിക്കുകയാണ്. കുഞ്ഞമ്മ അപ്പുറത്തെ ഹൗളിൽ കിടന്ന് ഫോണും കാണുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കിനും കുറേ ആൾക്കാരൊക്കെ വന്നും പോയൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ലക്ഷ്മി പിന്നെ അവിടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ രുക്കോപ്പച്ചി വന്നിട്ടുണ്ട്. അപ്പച്ചിയോട് സംസാരിക്കുമായിരുന്നു. ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും ചേട്ടനും അമ്മയും കുഞ്ഞും എല്ലാം കൂടെ കാറ്ററിംഗുകാരുടെ പാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി അവരുടെ പാത്രങ്ങൾ മാറിപ്പോൾ അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇതായിരുന്നു നമ്മളെടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ 28 നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ ബൈ.